കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും. നേരത്തെ 1:30 കൂടിയായിരുന്നു മൃതദേഹം ഇവിടെ നിന്നും ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ കൂടുതൽ ആളുകൾ, അതായത് ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. തങ്ങളുടെ VS-നെ, തങ്ങളുടെ പ്രിയപ്പെട്ടവനെ, VS എന്ന ആ മനുഷ്യനെ, അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് വേണ്ടി ആയിരങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. നമുക്ക് ഈ കാണാം, വലിയ തിക്കും തിരക്കും. വരുന്നവരെല്ലാവരും തന്നെ ആവേശപൂർവ്വം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, കണ്ണേ കരളെ VS ആരി, മുല്ലപ്പൂവേ റോസാപ്പൂവേ എന്ന മുദ്രാവാക്യം ഉറക്കെ വിളിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. കേരളത്തിലാകമാനമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. നമ്മൾക്കറിയാം VS നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, VS-ന്റെ സമരങ്ങൾ എടുത്തു പറയേണ്ട സമരങ്ങളായിരുന്നു. അതിൽ മാവൂരും മറയൂരും മതികെട്ടാലിലുമെല്ലാം VS നടത്തിയിട്ടുള്ള സമരങ്ങൾ, മാത്രമല്ല ഐസ്ക്രീം കേസ്, അതിലെല്ലാം ഒറ്റക്കെട്ടായി കേരളത്തെ ആകമാനം നയിച്ച ആ പ്രിയപ്പെട്ട സഖാവിന് കേരളം നൽകുന്ന വിടവാങ്ങൽ, അത് ഏറ്റവും മനോഹരമായ ഒരു വിടവാങ്ങൽ. ഒരു മനുഷ്യൻ ആർക്ക് വേണ്ടി ജീവിച്ചോ, ഒരു ജനതയ്ക്ക് വേണ്ടി ജീവിച്ചോ, ആ ജനത അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും മനോഹരമായ വിടവാങ്ങൽ. ആ വിടവാങ്ങലിലാണ് VS-ന്റെ ഈ വീട്, ആ വേലിക്കകത്ത് വീട് സാക്ഷിയാകുന്നത്. അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന 58 വർഷം മുൻപ് അദ്ദേഹം ഈ വീട് വാങ്ങുമ്പോൾ മുതൽ ഇവിടത്തുകാർക്കും കേരളീയർക്കാകമാനം ഈ വീട്ടിലേക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഓടിയെത്താൻ കഴിയുമായിരുന്നു. തങ്ങൾക്കൊരു നാഥനുണ്ട്. ആ നാഥന് 2 പേര്, VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദനെ കാണാൻ ഓടിയെത്തിയ ജനം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കേരളത്തെ ആകമാനം അനീതിയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട്, നമ്മൾക്കറിയാം നിലം നികത്തൽ സമരത്തിൽ ശക്തമായി എന്തുകൊണ്ട് നിലം നികത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു നേതാവ്. അന്ന് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്കെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നിരുന്നെങ്കിൽ പിന്നീട് കേരളത്തിൽ പ്രളയം നടന്നപ്പോഴെല്ലാം നമ്മൾക്കറിയാം VS എടുത്ത തീരുമാനമായിരുന്നു ശരി. അതെ, ഈ പ്രകൃതി നമുക്ക് ശേഷം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്, ആ പ്രകൃതി അവർക്ക് കൊടുക്കേണ്ടതാണ്. അതെല്ലാം ഉറക്കെ പറഞ്ഞ ആ നേതാവ്, അദ്ദേഹത്തിന് ജനം നൽകുന്ന വിടവാങ്ങൽ ഏറ്റവും മനോഹരമായ ഒരു വിടവാങ്ങലാണ് ഈ കാണുന്നത്. കാറ്റും മഴയും വെയിലുമൊന്നും അവർക്കൊരു പ്രശ്നമല്ല. മണിക്കൂറുകൾ കാത്തിരുന്ന മനുഷ്യരുണ്ട്, ദിവസങ്ങൾ കാത്തിരുന്ന മനുഷ്യരുണ്ട്. കണ്ണൂരും കോഴിക്കോടും മലപ്പുറവും ഇടുക്കിയും വയനാടും കോട്ടയവും എല്ലാം നിന്നും വന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യർ മണിക്കൂറുകളോളം കാത്തിരുന്നു. തങ്ങൾക്ക് വേണ്ടി പൊരുതിയ ആ മനുഷ്യൻ, തങ്ങളുടെ നീതിക്ക് വേണ്ടി പൊരുതിയ ആ മനുഷ്യൻ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ അല്പമെങ്കിലും കാത്തിരുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അവർ പരസ്പരം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. ലാൽ സലാം എന്ന് പറയുമ്പോൾ അവരുടെ വികാരം തന്നെയാണ് കാണാൻ കഴിയുന്നത്. VS എന്തായിരുന്നു എന്ന് കേരളം കാണുകയാണ്. അതെ, VS ആയിരുന്നു ശരി. VS ആയിരുന്നു ശരി. VS എന്ന് പറയുന്ന ആ മനുഷ്യൻ കേരളത്തിലെ ജനങ്ങളുടെ ആകമാന ഹൃദയം ഏറ്റെടുത്തിരുന്ന ഒരു മനുഷ്യനായിരുന്നെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകും. ആളുകൾ ഒഴുകുകയാണ് ഇവിടെ. ഇനിയും മണിക്കൂറുകൾ നിന്നാലും അദ്ദേഹത്തെ കാണാനുള്ള ആളുകൾ അവസാനിക്കില്ല. പക്ഷേ ഇവിടെ നിന്നും അല്പനേരത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും. കാരണം കൃത്യസമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് സംസ്കാര നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകണം. അവിടെയും അദ്ദേഹത്തിനെ കാണുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് കാത്തു നിൽക്കുന്നത്. പിന്നീട് അവിടെ നിന്നും റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും. അതിന് മുന്നോടിയായി നമ്മൾ കണ്ടതാണ്, ഇന്നലെ മുതൽ ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. ആയിരക്കണക്കിന് ആളുകൾ, VS സഹായിച്ചിട്ടുള്ള ആളുകൾ, VS-ന്റെ സഹായങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകൾ. VS പോരാടിയതെന്നും കേരളത്തിന് വേണ്ടിയായിരുന്നു, സാധാരണക്കാരന് വേണ്ടിയായിരുന്നു, പാവപ്പെട്ടവന് വേണ്ടിയായിരുന്നു. അതെല്ലാം കേരളം തിരിച്ചറിയുന്നു. കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു കുഴപ്പമുണ്ടായാൽ ഞങ്ങൾക്ക് ഓടിപ്പോയി പറയാൻ ഒരു നാഥനുണ്ടായിരുന്നു. അത് VS ആയിരുന്നു. ഞങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു, ഞങ്ങളുടെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു. ആ VS-ന് വേണ്ടി കേരളം നൽകുന്ന യാത്രയയപ്പ്, അതിമനോഹരമായ യാത്രയയപ്പ്, ഒരു ജനനേതാവിന് കിട്ടേണ്ട ഏറ്റവും വലിയ യാത്രയയപ്പ്. ആ യാത്രയയപ്പിനാണ് ഈ വേലിക്കകത്ത് വീട് സാക്ഷിയാകുന്നത്.